ഹായ് ഡിയേഴ്സ്. അപ്പോൾ തമ്പനയിൽ പറഞ്ഞതുപോലെ എപ്പോഴും ചപ്പാത്തി നമ്മൾ ഒരേ തരത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആർക്കായാലും കുട്ടികൾക്കായാലും നമുക്കായാലും ഒരു ബോറടിയൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ സ്റ്റഫിംഗ് ഒക്കെ ചെയ്ത് ഒരു മാറ്റം ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല രസമായിരിക്കില്ലേ. പൊട്ടറ്റോ വെച്ചിട്ടും എഗ്ഗ് പൊറാത്ത ആയിട്ടും അല്ലെങ്കിൽ പനീറൊക്കെ ആയിട്ടും നമ്മൾ ഒരുപാട് പൊറോട്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള പൊറാത്തയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ഗ്രീൻ പീസ് വാങ്ങിച്ചതാണ്. തോടോട് കൂടിയുള്ളത് വാങ്ങിച്ചിട്ട് തോട് കളഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല വിലയായത് കാരണം ഞാൻ കുറച്ച് മാത്രം വാങ്ങിച്ചിട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ സീസൺ നന്നായി വന്ന സമയത്ത് നല്ലോണം ഞാൻ വാങ്ങിച്ച് 2-3 കിലോ ഒക്കെ വാങ്ങിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്കുള്ള ആവശ്യങ്ങൾക്ക് ഇടക്കിടക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സ്റ്റീമർ പ്ലേറ്റിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അത്ര മതിയാവും കേട്ടോ. ഫ്രഷ് ആയതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. ഞാനൊരല്പം ഉപ്പും 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് എപ്പോഴും ചപ്പാത്തി കുഴക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ കുഴച്ചെടുക്കുക. അത്യാവശ്യം നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കാം. പക്ഷേ ഈ ഒരു ചപ്പാത്തി പൊടി നാട്ടിൽ നിന്ന് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു പാക്കറ്റ് പൊടിയുണ്ടല്ലോ, സർക്കാർ തരുന്നത്. അപ്പോൾ അത് ദോശയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. എൻ്റെ പൊടിച്ച ചപ്പാത്തി കഴിഞ്ഞു പോയതുകൊണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുഴച്ച് വെക്കുമ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 3-4 മിനിറ്റ് മാക്സിമം മതി കേട്ടോ. അതിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ പച്ച ആയതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ച ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നത് കുതിർത്തിട്ട് ഇതുപോലെ വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ആറിക്കിട്ടണം. അത് കഴിഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കറക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ വെന്തതായതുകൊണ്ട് തന്നെ ജസ്റ്റ് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് ചപ്പാത്തിക്കകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കണം എന്നില്ല. അവിയലിനൊക്കെ ഒതുക്കിയെടുക്കുന്നത് പോലെ ഒതുക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2-3 ചേരുവയും കൂടിയുണ്ട്. സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മല്ലിയിലയാണ് കേട്ടോ. കൂടാതെ പച്ചമുളകും വേണം. പച്ചമുളക് തീർന്നു പോയി, അതും വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എണ്ണയിൽ വഴറ്റുമ്പോൾ. അപ്പോൾ എന്തായാലും പച്ചമുളകും ചേർക്കുക. അപ്പോൾ കടായിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ ആ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പച്ചമുളകില്ല, അപ്പോൾ നിങ്ങളത് എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടി വേണം കേട്ടോ. അപ്പോൾ ഉള്ളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് ബ്രൗൺ ഒന്നും ആക്കി എടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്കിതേ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ടെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ചൊരു 1/4 ടീസ്പൂണിൽ കുറച്ചധികമായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എരിവിന് കണക്കായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എത്രത്തോളം നിങ്ങൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഞാൻ പൊടികളൊക്കെ ചൂടാക്കിയത് കൊണ്ട് തന്നെ അധികം നേരം ഇട്ട് ചൂടാക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അതേ പൊടി മൂത്ത് കിട്ടുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടിച്ച് വെച്ച് നമ്മുടെ ഗ്രീൻ പീസും കൂടെ ചേർക്കുക. അപ്പം ഗ്രീൻ പീസും വെന്തതായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അങ്ങ് ചൂടാക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇതെല്ലാം മസാല എല്ലാം ചേർന്ന് നന്നായി മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേ ഗ്രീൻ പീസിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് റെഡി ആവും കേട്ടോ. പിന്നെ ഇതൊന്ന് ആറ്റിയെടുക്കണം. അപ്പോൾ ഇത് ലാസ്റ്റിൽ ഞാൻ ഇത്തിരി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി എന്നല്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കഴുകി വൃത്തിയാക്കി വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലക്ക് പിന്നെ ചൂടിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇതിലിരിക്കുന്ന ചൂട് കൊണ്ട് തന്നെ വാടിക്കിട്ടിക്കോളും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പാത്രം മാറ്റി വെച്ചിട്ട് നമുക്കിത് ആറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ആംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡറാണ്. ഒരല്പം പുളിയൊക്കെ അല്പം നല്ല ഒരു പുളിയുള്ള പൗഡറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മധുര രസം കളയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ മാംഗോ പൗഡർ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് തണുപ്പിച്ചിട്ടെടുത്തിട്ട് നമുക്കിനി ചപ്പാത്തിക്കകത്ത് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പോലെ ആലു പൊറാത്തയും പനീർ പൊറാത്തയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ചപ്പാത്തിയും തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു റൗണ്ടിൽ നമുക്ക് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റൗണ്ടിൽ പരത്തിയെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് മൂടിയെടുക്കുക. ഇതുപോലെ ഞൊറിഞ്ഞ് മൂടിയിട്ട് എക്സ്ട്രാ കളയണം എന്നുണ്ടെങ്കിൽ മുറിച്ച് കളയണം എന്നുള്ളവർക്ക് കളയാൻ അതല്ല, അത് അവിടെ തന്നെ വെച്ച് ഒന്ന് ഫിറ്റാക്കി എടുത്തിട്ട് പിന്നെ പരത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനേതായാലും മുറിച്ച് കളഞ്ഞിട്ട് തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്.
അപ്പോൾ ഏതായാലും ഇനി നമുക്ക് പതുക്കെ പരത്തിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ ചപ്പാത്തി പരത്തുന്ന പോലെയല്ല, ഫില്ലിങ് വെച്ചിട്ടുള്ള ചപ്പാത്തി പരത്തുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഈ ചപ്പാത്തിയുടെ റോള് മാത്രം മുകളിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ, ഒട്ടും പ്രസ് ചെയ്യുന്നില്ല. നമ്മൾ ആ റോള് മാത്രം ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പം അത്യാവശ്യത്തിന് പരന്ന് കിട്ടുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ താഴെ പലകയിലൊട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഈ റോളറിലൊട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും ഫില്ലിങ്ങുള്ള ചപ്പാത്തി പരത്തുമ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് വേഗം തന്നെ നമ്മുടെ തവയിലകത്തേക്ക് ഇട്ട് രണ്ട് ഭാഗവും നമ്മുടെ പാകത്തിനനുസരിച്ച് ഗോൾഡൻ നിറത്തിൽ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ചപ്പാത്തി എപ്പോഴും അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ മതി, ആ പാകത്തിനാക്കി കൊടുക്കും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളർ ആവുന്നതാണ് ഇഷ്ടം രണ്ട് ഭാഗവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പാകത്തിന് രണ്ട് ഭാഗവും മൊരിയിച്ചെടുത്തിട്ട് നെയ്യോ ബട്ടറോ തടവിയിട്ട് നമുക്ക് എടുക്കാം. സാധാരണ ആലു പറാത്തയൊക്കെ സെർവ് ചെയ്യുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ അതിൻ്റെ മേലെ ബട്ടറിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഞാൻ എപ്പോഴും ഇതുപോലെ നെയ്യ് തന്നെയാണ് കേട്ടോ ചുട്ട് എടുക്കുമ്പോൾ രണ്ട് സൈഡിൽ നെയ്യ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് നെയ്യാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇത് നമ്മുടെ പൊറാത്ത രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്ര ആവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാകത്തിനാക്കി എടുത്തോളൂ. എനിക്ക് ഇങ്ങനെ ആവുന്നതാണ് ഇഷ്ടം, ഇങ്ങനെ നല്ല ഗോൾഡൻ കളറിൽ കിട്ടുന്നതാണ് എനിക്കിഷ്ടം. അപ്പം നമുക്ക് നമ്മുടെ പറാത്തയൊക്കെ ഇതുപോലെ രണ്ട് വശവും ഗോൾഡൻ കളർ ആവുന്ന വിധത്തിൽ എല്ലാം ഫില്ലിങ് നിറച്ച് പരത്തി ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പറാത്തയൊക്കെ ചുട്ടെടുത്തിട്ട് വരുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം, അതല്ല ബട്ടറാണ് ഇഷ്ടമെങ്കിൽ ബട്ടറും തേച്ച് കൊടുക്കാം, അത് നമ്മുടെ ചോയ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ ഗ്രീൻ പീസ് പറാത്ത എല്ലാം ഞാൻ ചുട്ടെടുത്ത് റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി പ്രൊസീജിയറൊക്കെ ഫില്ലിങ് മാത്രം നമുക്ക് വ്യത്യാസമുള്ളൂ, ബാക്കി പ്രൊസീജിയറൊക്കെ നമ്മുടെ ആലു പറാത്തയുടെ റെസിപ്പി പോലെ തന്നെയാണ്. അപ്പോൾ ആലു പറാത്തയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചപ്പാത്തി അത്യാവശ്യം നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ നിന്നുള്ള ആ പൊടിയാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിനിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു പറാത്തയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയുള്ള ആലു പറാത്ത ഇങ്ങനെയുള്ള പറാത്തയൊക്കെ കഴിക്കുമ്പോൾ മുറബ്ബ എന്ന് പറയുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മുടെ ചെറുനാരങ്ങ വെച്ചുണ്ടാക്കുന്നതാണ്. സ്വീറ്റും എരിവും പുളിയും എല്ലാം ഉള്ളൊരു ചട്നി പോലെ അല്ലെങ്കിൽ പിക്കിൾ പോലെ എന്ന് പറയട്ടെ. അപ്പോൾ കിഡിലൻ സംഭവമാണ്. ഇതില്ലെങ്കിലും വെറുതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും, കാരണം നിറച്ചും ഫില്ലിംഗ് ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.